നെടുംകുന്നം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഫൊറോന പള്ളിയിലെ പുഴുക്ക് നേർച്ചയുടെ ഒരുക്കങ്ങൾ ഒന്നാം ഭാഗത്തിൽ കണ്ടു. രണ്ടാം ഭാഗത്തിൽ പുഴുക്കുണ്ടാകുന്നതെങ്ങനെയെന്ന് കാണാം. ഇതിനു മുമ്പത്തെ ഒന്നാം ഭാഗം വീഡിയോയിൽ പുഴുക്ക് നേർച്ചയുടെ വിഭവങ്ങൾ തൊലി കളഞ്ഞ് കഷ്ണിച്ച് വൃത്തിയാക്കുന്നതാണ് കണ്ടത്. രണ്ടാം ഭാഗത്തിൽ കഷ്ണങ്ങളാക്കിയ കപ്പ, കാച്ചിൽ, ചേമ്പ്, നേന്ത്രക്കായ, ഇറച്ചി, മറ്റു മസാലകൾ ഇവയെല്ലാം ചേർത്ത് പുഴുക്കുണ്ടാക്കുന്നത് കാണാം. ഇറച്ചി വേവുന്നതിനുള്ള സമയം മറ്റ് കഷ്ണങ്ങളെക്കാൾ കൂടുതലായതിനാൽ ഇത് പ്രത്യേകം വേവിച്ചതിനു ശേഷം മാത്രമാണ് മറ്റു കഷ്ണങ്ങളുമായി മിക്സ് ചെയ്യുന്നത്. ഇതിനായി പ്രത്യേകം അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 3.5 അടിയോളം വ്യാസവും 1.5 അടിയോളം ആഴവും ഉള്ള ചെമ്പിലാണ് പുഴുക്ക് വേവിക്കുന്നത്. പുഴുക്ക് ഉണ്ടാക്കുന്നതിനായി ചെമ്പിന്റെ വ്യാസവും ആഴവും കണക്കിലെടുത്ത് വളരെ വലിയ 3 അടുപ്പുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കക്കപ്പ, കാച്ചിൽ, ചേമ്പ്, നേന്ത്രക്കായ തുടങ്ങിയ 4 തരം കഷ്ണങ്ങൾക്കൊപ്പം നുറുക്കി കഴുകിയ ഇറച്ചിയും മറ്റ് മസാലകളും ചേർക്കും. ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുന്നതിനായി തേക്കിൻ തടിയിലും തെങ്ങിൻ തടിയിലും തീർത്ത പങ്കായത്തിന്റെ ആകൃതിയിലുള്ള നേമ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു ചെമ്പിൽ ഏകദേശം 265 മുതൽ 275 കിലോയോളം വരുന്ന പുഴുക്കാണ് വേവിച്ചെടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഏകദേശം 32 മുതൽ 33 ചെമ്പ് പുഴുക്കാണ് ഈ ഊട്ട് നേർച്ചയ്ക്കായി ഒരുക്കുന്നത്. ഇറച്ചി വേവുന്നതിനുള്ള സമയം മറ്റ് കഷ്ണങ്ങളെക്കാൾ കൂടുതലായതിനാൽ ഇത് പ്രത്യേകം വേവിച്ചതിനു ശേഷം മാത്രമാണ് മറ്റു കഷ്ണങ്ങളുമായി മിക്സ് ചെയ്യുന്നത്. ഇതിനായി പ്രത്യേകം അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ചെമ്പിൽ സാധനങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ വേവുന്നതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാനായി പ്രത്യേകമായി തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നേമ്പുകളാണ് ഉപയോഗിക്കുന്നത്. പുഴുക്ക് വെന്തു കഴിഞ്ഞാൽ പുഴുക്ക് നിറഞ്ഞതും വളരെയധികം ചൂടുള്ളതുമായ ചെമ്പ് കൈകൊണ്ട് പിടിച്ച് എടുത്തു മാറ്റുക വളരെ പ്രയാസമാണ്. അതിനാൽ ചെറിയ ക്രെയിൻ ഉപയോഗിച്ചാണ് ചെമ്പ് അടുപ്പിൽ നിന്നും പൊക്കിയെടുത്ത് മാറ്റുന്നത്. നെടുംകുന്നം പള്ളിപ്പടവിൽ തുടികൊട്ടും കൃപയുടെ നിറവേ സ്നാപകനേ, 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 സ്നാപകനേ. നെടുംകുന്നം പള്ളിപ്പടവിൽ തുടികൊട്ടും കൃപയുടെ നിറവേ സ്നാപകനേ, സ്നാപകനേ. നെടുംകുന്നം പള്ളിപ്പടവിൽ തുടികൊട്ടും കൃപയുടെ നിറവേ സ്നാപകനേ, സ്നാപകനേ. നിൻമൊഴിയും നിൻ വഴിയും പാടി നമിക്കുന്നു, പാടി നമിക്കുന്നു. ഹൃദയം നിന്നെ വണങ്ങുന്നു, സദയം നിന്നെ നമിക്കുന്നു. നെടുംകുന്നം പള്ളിപ്പടവിൽ തുടികൊട്ടും കൃപയുടെ നിറവേ. വെവെന്തു കഴിഞ്ഞ പുഴുക്ക് നിറഞ്ഞ ചെമ്പ് ചെറിയ ക്രെയിൻ ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം ചെമ്പ് കാലിയാക്കുന്നു. അതിനുശേഷം ഇതേ ചെമ്പിൽ വീണ്ടും പുഴുക്കുണ്ടാക്കൽ തുടരുന്നു. കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള ചൂരൽക്കുട്ടകളിലാണ് പുഴുക്ക് നേർച്ച വിതരണത്തിനായി വിതരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. പുഴുക്ക് നേർച്ചയുടെ വിതരണവും കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.